നമ്മുടെ ഒരു സാധാരണ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ മുൻപിലൂടെ ഒരു സ്ക്രീനിലെന്ന പോലെ നാം കാണുന്ന ദിവസങ്ങളാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 4 സുവിശേഷങ്ങളുടെയും അവസാന ഭാഗങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവവും ക്രൂശുമരണവും ഉയർപ്പും ഒക്കെ വിവരിക്കുന്നതായ രംഗങ്ങളിൽ പലപ്പോഴും ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമായിട്ട്, അല്ലെങ്കിൽ അവിടെ കൂടെയുള്ളവരൊക്കെ ആ 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച് മൺമറഞ്ഞു പോയ ചില വ്യക്തികളൊക്കെയായി നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പലപ്പോഴും അവിടെ ഉണ്ടായിരുന്ന യഹൂദ സമൂഹത്തെയും യൂദായെയും ഒക്കെ നമ്മൾ ശപിച്ച് തള്ളാറുണ്ട്. പക്ഷേ ഒന്ന് ശാന്തമായി ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ ബലഹീനതകളൊക്കെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നില്ലേ? ഒരാത്മപരിശോധന നടത്തേണ്ടിയ നിമിഷങ്ങളാണ് ഇതൊക്കെ. ഇന്നലെ സന്ധ്യ മുതലുള്ള പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാർ, കൂട്ടത്തിൽ ഒരുവനായി യൂദാ ഇസ്കറിയോത്ത ഗുരുവിനെ പിടിക്കുന്നതിന് ഒത്താശ ചെയ്യുന്നു. മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടുന്ന ശീമോൻ പത്രോസ്, പിന്നീട് അവൻ തള്ളിപ്പറയുന്നു. ഹന്നാൻ, കയ്യാപ്പ, പീലാത്തോസ് മാറി മാറി വിസ്തരിക്കുന്നു. പാപമില്ലാത്തവനെ വിട്ടു നൽകുന്ന പീലാത്തോസ്, യേശുവിനെ ക്രൂശിച്ച് ബറബാസിനെ വിട്ടുകിട്ടാൻ വേണ്ടി അലമുറയിടുന്ന ജനക്കൂട്ടം, ക്രൂശു ചുമക്കുവാൻ ഭാഗ്യം ലഭിച്ച കുറേനക്കാരൻ ശീമോൻ, യേശുവിൻ്റെ കുപ്പായവും അങ്കികളും ചീട്ടിട്ട വീതം വയ്ക്കുന്ന പടയാളികൾ. ചിലർ അവനെ അടിക്കുന്നു, ചിലർ തുപ്പുന്നു, ചിലർ അധിക്ഷേപിക്കുന്നു. ക്രൂശിൻ്റെ ഇരുവശത്തുമായി 2 പേർ തൂക്കപ്പെടുന്നു. കരഞ്ഞുകൊണ്ട് പിഞ്ചെല്ലുന്ന ദൈവമാതാവും മറ്റു സ്ത്രീകളും. ശിഷ്യന്മാരിലുണ്ട് അകലം വിട്ട് പിഞ്ചെല്ലുന്നവരും ഓടിയൊളിച്ചവരും. തങ്ങളുടെ കർത്തവ്യങ്ങൾ മറന്നുപോകാത്ത അരിമത്യാക്കാരൻ യോസഫും നിക്കോദിമോസും. ഈ കഥാപാത്രങ്ങളെയൊക്കെ ഈ നിമിഷം വരെ നാം ദുഷ്ടന്മാരെന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തതാണ്. ഇവിടെ ഇപ്പോൾ നാം ഒരു ആത്മപരിശോധന നടത്തിയാൽ ഈ സ്വഭാവങ്ങളൊക്കെ നമ്മിൽ കാണുവാൻ സാധിക്കുകയില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴും ശിഷ്യന്മാരെ പോലെ തളർന്നുറങ്ങുന്നില്ലേ? യൂദാ യേശു ദൈവപുത്രനായതുകൊണ്ട് ഒരുപക്ഷെ രക്ഷപ്പെടുമായിരിക്കുമെന്ന് അവൻ ചിന്തിച്ചു കാണും. ക്രിസ്ത്യാനിയായിട്ടും ക്രിസ്തുവിനെ എത്ര തവണ നാം വിറ്റിട്ടുണ്ട്, എത്ര തവണ വില പറഞ്ഞിട്ടുണ്ട്. ശിമോൻ പത്രോസിൻ്റെ ഒരു റിഫ്ലെക്സ് ആക്ഷൻ ഇതുപോലെ ദൈവത്തിൻ്റെ പേരിൽ പ്രവൃത്തിയുടെയും വാക്കുകളിലൂടെയും ചിന്തയിലൂടെയും എത്ര പേരെ നാം വേദനിപ്പിക്കുന്നുണ്ട്. അല്പസമയത്തെ സന്തോഷത്തിനു വേണ്ടി ഉള്ള തള്ളിപ്പറച്ചിലുകൾ നമ്മുടെ സ്വഭാവമല്ലേ? സൃഷ്ടാവിനെ വിസ്തരിക്കുവാനും വിധിക്കുവാനും സൃഷ്ടി തയ്യാറാകുന്നതായ നിമിഷങ്ങൾ. എത്രയോ തവണ നമ്മുടെ ആഗ്രഹങ്ങൾ, അതിൽ ചിലതൊക്കെ നടക്കാതെ വന്നതിന് ദൈവത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ക്രിസ്തുനാമവും ധരിച്ച് ആ പടയാളികളെ പോലെ നാമും പ്രവർത്തിച്ചിട്ടില്ലേ? ഈ ചിന്തകൾ ഒരുപക്ഷെ നമ്മെ വേദനിപ്പിച്ചേക്കാം. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്, ആശ്വാസം നൽകുന്നൊരു വശമുണ്ട്. നമ്മുടെ മുൻപിൽ ഇനിയും വഴികളുണ്ട്. പത്രോസിനെ പോലെ അനുതപിക്കാൻ, കുറേനക്കാരനായ ശീമോനെ പോലെ മനസ്സോടെ കുരിശു വഹിക്കുവാൻ, രക്ഷകനെ തിരിച്ചറിഞ്ഞ നിമിഷം അനുതപിച്ച് രൂപാന്തരപ്പെട്ട് പറുദീസ സ്വന്തമാക്കുവാൻ, യോസഫിനെയും നിക്കോദിമോസിനെയും പോലെ കർത്തവ്യങ്ങൾ മറക്കാത്തവരാകുവാൻ നമ്മുടെ മുൻപിൽ അവസരങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വലിയ വെള്ളിയാഴ്ച വീണ്ടും വിശുദ്ധരാകുവാനുള്ള ആഹ്വാനം ഒരിക്കൽ കൂടി ലഭിക്കുകയാണ്. വിശുദ്ധരുടെ സംഘമായി തീരുവാൻ ദൈവമിടയാക്കട്ടെ.